ഹലോ, അപ്പോൾ ഇന്നൊരു ഡേ മൈ ലൈഫാണ്. ഇന്ന് ഉച്ച തൊട്ടുള്ളൊരു ഡേ മൈ ലൈഫാണ്. രാവിലെ തന്നെ ഇന്ന് ശനിയാഴ്ചയാണല്ലോ, രാവിലെ തന്നെ കുഞ്ഞിന് അംഗൻവാടി ഇട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാൾ കൊണ്ടേ ആളെ വിളിക്കണം കേട്ടോ, തുണി നനയ്ക്കാൻ പോകാൻ വരീന്ന്. അപ്പോൾ ആൾ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 ദിവസം ജോലി ഇല്ലായിരുന്നു, പിന്നെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും പിന്നായപ്പോൾ ആൾക്ക് ജോലിയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴത്തേന് ആൾ ആദ്യം പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട്, പിന്നെ പെട്ടെന്ന് ആൾ പറഞ്ഞു പെട്ടെന്ന് പോവാമെന്നും പറഞ്ഞുകൊണ്ട് ആൾ റെഡി ആയിട്ടോ, പെട്ടെന്ന് ഷർട്ടൊക്കെ എടുത്തിട്ട്, കാരണം കുറച്ച് ദൂരമുണ്ട് പെട്ടെന്ന് കുളത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ ഇന്ന് വന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ. അപ്പോഴത്തെ എന്തായാലും നമ്മൾ കുളത്തിൽ പോവില്ല, തുണിയൊക്കെ എടുത്തുകൊണ്ട് പോവില്ല, എന്നിട്ട് റൂം ഫുള്ള് ഒതുക്കാനായിരുന്നു. നമ്മളെ റൂം മുകളിലാണ്, അപ്പോൾ എപ്പോഴും തൂക്കിയൊന്നുമില്ല, ഫുൾ ടൈം നമ്മൾ താഴെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും കിടക്കാനോ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുകളിൽ കയറി വരാറുള്ളൂ. അല്ലാതെ ഇപ്പം മുകളിൽ അങ്ങനെ അധികം കയറി വരാറില്ല കേട്ടോ. അപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഇതാക്കി. സ്മൈലിയുടെ ബെഡ്ഷീറ്റാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് 300 സംതിങ് എന്തായിരുന്നു, ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാണ്ടാണ് വാങ്ങി. ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ 200 സംതിങ് രൂപയ്ക്ക് എന്തോ കിട്ടും കേട്ടോ ബെഡ്ഷീറ്റ്. ഇതിന് മുന്നേ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് വേറെ എന്തോ മോഡലാണ്. ഇത് ഞാൻ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. കുഞ്ഞിന് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ബെഡ്ഷീറ്റ്. പിന്നെ നമ്മൾ വിരിച്ചിട്ടപ്പോഴും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ബെഡ്ഷീറ്റ് കൊണ്ടുവന്നപ്പോഴേ ഉണ്ടായിരുന്നു കേട്ടോ. ചുറ്റുമടക്കേൻ്റെ വെച്ചതുകൊണ്ട് ആയിരിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തുണിയൊക്കെ എടുത്തിട്ട് പോയിട്ട് റൂം ഫുള്ള് ഒതുക്കിയിട്ടിട്ട്, അപ്പോൾ ആളിപ്പോൾ സോപ്പ് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആൾക്കൊരു കോള് വരണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ തുണി നനയ്ക്കാൻ പോകുള്ള കുളം കേട്ടോ. നമ്മളെ കുഴിമന്തിക്കടയുണ്ട്, മന്തി തിന്നാൻ വേണ്ടിയിട്ട്. ഞാൻ സംസാരത്തിൽ ചിലപ്പോൾ കിതയ്ക്കൂട്ടോ, എനിക്കെന്തോ ശ്വാസം മുട്ടണം, കുറേ വോയിസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കണം. പിന്നെ ആൾക്ക് പെട്ടെന്ന് കോള് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അപ്പോൾ വീട്ടിൽ നിന്ന് കോള് വന്നതാണ്, എന്തോ ഒരു ആവശ്യമായിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പിന്നെ വരാമെന്നും കരുതിയിട്ട്. അപ്പോഴത്തേനും ഒരു 1:30 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2 മണി എന്തോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പോയിട്ട് വരി, ഞാൻ ഇവിടെ ഇരുന്ന് നനച്ചോളം, കുഴപ്പമില്ല. ആൾക്കാർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കേട്ടോ. പിന്നെ ഉച്ച സമയമുണ്ട്, കുറച്ച് ആൾ കുറവായിരിക്കും, അത്രേ ഉള്ളൂ. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ അങ്ങോട്ടും കൊണ്ടും പോകും. അപ്പോൾ പേടിക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ ഇവിടെ ഇരിക്കണുണ്ട്. പിന്നെ അതുമില്ല, മുന്നേയൊക്കെ ഇവിടെ ഇങ്ങനെ പായലൊക്കെ വാരിയിട്ട് ഇങ്ങനെ ഇതായിരുന്നു. ഇപ്പം ഫുള്ള് നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമുക്കങ്ങനെ പേടിക്കാൻ മാത്രം ഒന്നുമില്ല അങ്ങനെ. പിന്നെ മഴയല്ല, നല്ല വെയിലാണ്, അപ്പോൾ അതും ഇവിടെ ഇപ്പോൾ പേടിക്കുന്നില്ല. പിന്നെ പെട്ടെന്ന് തുണിയൊക്കെ ഏട്ടൻ വന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ തുണിയൊക്കെ പെട്ടെന്ന് നനച്ചിട്ട് വന്നപ്പോഴത്തേനും 3:30 മണിയായി. പിന്നെ ആളെ വിളിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ആൾ 2 കാല് 2 രീതിയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ചെരുപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, കുഞ്ഞെ നിൻ്റെ പുറകിൽ എന്തെങ്കിലും നീ ശീശു മുള്ളിയാന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ നിക്കറ് ഇതാക്കിയിട്ട് തന്നെ ഞാൻ മുള്ളി എത്തുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ ഒന്ന് നനഞ്ഞിരിക്കുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ അത് ഞാൻ മൂത്രമൊഴിച്ചെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാ. പിന്നെ പറഞ്ഞവർക്ക് ഇത് തന്നെയാണ് അവളാ കാര്യം, പൂവും കായും ഇലയൊക്കെ പറിച്ച് നടക്കട്ടെ. പിന്നെ കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ ഇതായിട്ട് വന്നപ്പോഴത്തേന് ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് നേരം ഒന്ന് എടുത്ത് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ചോറുണ്ടത്. പെട്ടെന്ന് തന്നെ കുളത്തിൽ പോയിട്ട് വന്നിട്ട് കുളിച്ചിട്ട് മോളെ വിളിക്കാൻ കേട്ടോ ആദ്യം ഓടിപ്പോയത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ടപ്പോഴത്തേന് കൂർക്ക തോരനും പിന്നെ ഒഴിച്ചുവിട്ടാനും മീൻ കറി കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും തുണി വിരിച്ചപ്പോഴത്തേനും അവളെ കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു, അമ്മയെ കാണണുണ്ടോ മക്കളെ ചോദിച്ചു, പോകുമെന്ന് പറഞ്ഞു. അവൾ അമ്മ മാറിഞ്ഞില്ല അമ്മ, എന്നെ കാണിക്കണം, ഞാൻ തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ ബാക്ക് കാണാൻ അവരിയ്ക്കണേന്നും പറഞ്ഞു നോക്കണ്ട, അവളെ കാണണമില്ലേന്ന്. പിന്നെ ഫോണിൽ കളിക്കണ കണ്ടപ്പോഴത്തേന് ഫോൺ ഉടനെ എടുത്തിട്ട് ഞാൻ വയ്ക്കാം അമ്മ, ഇങ്ങനെ വയ്ക്കാം അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നിട്ട്. എന്തിനും ഞാൻ ഓടി ഒന്ന് മാറ്റി. പിന്നെ ഇത് ഇവിടെ നമ്മൾ റെൻറ്റിനാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അവർ നട്ടെന്തോ വെച്ചാണ്, തുളസി തൈ എന്തോ നട്ട് വെച്ച് നിന്നെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊരു എന്തോന്ന് എന്താ പറയണേ, പാട്ടായ എന്തൊന്നും അറിയാമല്ലോ. ആ സംഭവം 2ആയിട്ട് ഇതാക്കിയിട്ട് ഇത് താഴെ കിടപ്പുണ്ടായിരുന്നു ഇതിൻ്റെ പകുതി. അപ്പോൾ അതിൽ മണ്ണ് നിറച്ചിട്ട് തുളസി തൈയാണ് ഇതിൽ നിന്നത്. ഇതിൽ മുളച്ച് നിന്നതും തുളസി തൈകളാണ് കേട്ടോ കൂടുതലും. അപ്പോൾ കുറച്ച് തുളസി തൈയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു. ഈ വലിയ തൈകൾ നിൽക്കുമ്പോൾ ചെറിയ തൈകൾക്ക് അത്ര ഇതാവില്ല കേട്ടോ, വളരില്ല. കാരണം ശോഷിച്ച് നിൽക്കും പോലെ നിൽക്കും. ചില മനുഷ്യരും അങ്ങനെയാണല്ലോ അങ്ങനെ. അപ്പോൾ പിന്നെ മഞ്ഞൾ തൈയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ലപോലെ വളർന്ന് വരട്ടെ, ഇതിനെ നമുക്ക് മാറ്റി തന്നെ. ഇതിന് മുന്നേ ഞാൻ വേറൊരു തുളസി തൈ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോ രണ്ടാർക്കും അറിയാം, അവൻ്റെ കൂട്ടത്തുകൊണ്ട് നട്ട് വയ്ക്കാമെന്ന് കരുതി. പിന്നെ ഇപ്പോൾ കാണിച്ചത് കുപ്പക്കീരയാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്, കുപ്പക്കീര എന്ന് പറഞ്ഞിട്ടുള്ള കീര. മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ട്, നമ്മൾ നോർമൽ കീര കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റുള്ള കീരയാണ് കേട്ടോ. പിന്നെ അതിനെ കൊണ്ടുവന്നത് ഇവിടെ നട്ട് വെച്ചിട്ട് തുളസി തൈ ഫുള്ളും. പിന്നെ അതിൻ്റെ കൂട്ടത്ത് കുറച്ച് കീഴാർനെല്ലി നിൽപ്പുണ്ടായിരുന്നു, നേരത്തെ കാണിച്ചതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിൽക്കട്ടെ എന്ന് കുറച്ചൊക്കെ പിഴുത് കളഞ്ഞു. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന ടൈമിൽ കീഴാർനെല്ലി കിട്ടാറില്ല കേട്ടോ. അപ്പോൾ അധികം അങ്ങനെയൊന്നും ഒരിടത്തും കാണാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തുളസി തൈകൾ ഫുൾ ഇതിൽ കൊണ്ട് കുത്തി വെക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വെച്ചു, ഇത് അങ്ങ് തുളസി തൈ പോലെ അങ്ങ് നിന്നോളാം, എന്തായാലും അവിടെ തുളസി തൈ താനേ മുളച്ചതുണ്ട്. ഇതൊക്കെ
നിൽപ്പുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം 2-3 ഞാൻ തന്നെ കുത്തിക്കൊണ്ട് വച്ചു കേട്ടോ. അവിടെ എവിടെയൊക്കെ നിന്നതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് തുളസി ഇല എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഈ ചട്ടി നിറയെ തുളസി തൈ നിന്നോളൂ എന്ന് കരുതി കേട്ടോ. കാരണം നേരത്തെ തുളസി തൈയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുമ്പോഴത്തേനും നമുക്ക് തുളസി തൈ അധികം കിട്ടില്ല. എവിടെയെങ്കിലും നോക്കിയാലും കിട്ടില്ല. ചിലപ്പോൾ ഇല നമുക്ക് കുറച്ച് കൂടുതൽ വേണമായിരിക്കും. അങ്ങനെയൊക്കെ ഞാൻ പണ്ട് ഇതുപോലെ തുളസി തൈ ഇലകൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നടന്നിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോഴത്തേനും അങ്ങനെ കിട്ടാറില്ല. ചില ഇടങ്ങളിലൊക്കെ നിന്നാലും ആളുകൾ പറയും അതിന് വെട്ടിക്കിന് ഇതിന് വെട്ടിക്കിന് ആവശ്യത്തിന് വെട്ടിക്കിന് എന്നൊക്കെ പറയും. ചിലവർ ഈ കോവിലൊക്കെ കൊടുക്കും കേട്ടോ തുളസി ഇല അങ്ങനെ. അപ്പോൾ ഈ ചട്ടി ഫുള്ള് നിറഞ്ഞുണ്ട് തുളസി തൈ കൊണ്ട്. അപ്പോൾ അതിങ്ങനെ പിടിച്ച് കിട്ടണം. ഇത് കുറച്ച് വലിയ തൈയാണ് കേട്ടോ. അതാണ് എനിക്കൊരിത്. കാരണം ചിലപ്പോൾ ചരിഞ്ഞ് വീഴുകയോ ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ ഇതിൽ ചെടിച്ചട്ടിയിൽ നിന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിയ തൈകളാണ് ഇത്. ചെടിച്ചട്ടിയിൽ നിന്നതെന്ന് വെച്ചാൽ ഡാർക്ക് കളറ് തണ്ടാണ്. ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള തണ്ടാണ് കേട്ടോ ഇതിൽ. ഇപ്പം ഞാൻ കുത്തി വെക്കണത്. പിന്നെ ഇടയ്ക്ക് 2-3 ചെറിയ തുളസി തൈകൾ നിൽപ്പുണ്ടായിരുന്നു. അത് 2 വെച്ചിട്ട് അങ്ങ് നട്ട് വെച്ചിട്ടാണ്. കാരണം ഫുള്ളും അങ്ങ് ഇതായി നിന്നോട്ടെ എന്ന് കരുതി. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലാണ് കേട്ടോ വീഡിയോ ചെയ്യണം. പിന്നെ കുറച്ച് ക്ലാരിറ്റിയുടെ പ്രശ്നം കാണും. അത് കുറച്ചുകൂടി ഇതാകുമ്പോഴത്തേനും എന്തെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഒരു ഫോൺ എടുക്കാനുള്ള ഇതൊന്നും ഇല്ല കേട്ടോ നമ്മളെ കയ്യിൽ. അങ്ങനെ പിന്നെ ഞാൻ വെള്ളം കൊണ്ടുവയ്ക്കും കേട്ടോ ചെടികൾക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലാട്ടോ ഇങ്ങനെ കൈ കഴുകി അത് കുത്തി വെച്ചിട്ട്. പിന്നെ അതിങ്ങനെ നിൽക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ രാത്രി ആയപ്പോഴത്തേന് മീൻ പൊരിച്ചിട്ടോ. ഇത് നമ്മൾ മറ്റേ കുളത്തിൽ നിന്നൊക്കെ കിട്ടുന്ന മീനാണ് കേട്ടോ. സിലോപ്പി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള മീനായിരുന്നു. ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം എവിടെയോ പോയി പിടിച്ചുകൊണ്ട് വന്നതാണ് മീൻ. അപ്പോൾ അതിന് മുന്നേ ചൂര മീൻ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ അമ്മയൊന്നും ചൂര മീൻ കഴിക്കില്ല, അച്ഛനൊന്നും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ. അത് പൊരിച്ചതിന് ശേഷമുണ്ട് ഇത് പൊരിക്കണേ. അതും പൊരിച്ച് ചോറൊക്കെ ഉണ്ടതിന് ശേഷം രാത്രി ആയപ്പോഴത്തേനും നല്ല മഴ പെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണിങ്ങനെ മിനുമിന കാണണം. നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല, ഇരുട്ടാണ്. പിന്നെ ക്ലാരിറ്റിയും കുറവാണ് ഫോണിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിൽ വന്ന് കിടന്നിട്ട് മുകളിൽ ഷീറ്റാണേ, താഴെ ടെറസാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബായ്.